ബീഹാറിൽ ബന്ദിന് ആഹ്വാനം ചെയ്യാനുള്ള തീരുമാനത്തെ ഓർത്ത് വലിയ വേദനയിലാണ് മോദിക്കൂട്ടം. മോദിയുടെ അമ്മയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഒരു ബന്ധം കൂടി നടത്തിയാൽ ജനങ്ങളെല്ലാം അതിൽ മയങ്ങി വീഴുമെന്ന് മോദിയും കൂട്ടരും വ്യാമോഹിച്ചു. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ബീഹാറിലെ ജനങ്ങളെല്ലാം BJPക്ക് എതിരായി മാറുകയാണ് ഇതിലൂടെ ഉണ്ടായത്. അവർക്കുണ്ടായിരുന്ന അല്പം ആളുകളുടെ പിന്തുണ പോലും പരിപൂർണമായി ഇല്ലാതായിരിക്കുകയാണ്. അതുപോലെ വളരെ രസകരമായ കാര്യം, ഈ ബന്ദ് നടത്തുന്ന സംഘികൾ പലയിടത്തും മോദിക്കെതിരെയും BJPക്കെതിരെയും മുദ്രാവാക്യങ്ങൾ പരസ്യമായി മുഴക്കി എന്നുള്ളതാണ്. അതുപോലെ BJPയുടെ കൊടിയും പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കുന്ന അതീവ രസകരമായ സംഭവങ്ങൾ പോലും ഈ ബന്ദിൽ ഉണ്ടായി. ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി കാണാം. സംഘികളുടെ തനിനിറം തുറന്നു കാണിക്കുന്ന സത്യസന്ധമായ വാർത്തകൾ കൃത്യമായ തെളിവുകളോടെ കാണിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബീഹാറിലെ ജനങ്ങളിൽ നിന്ന് വലിയ പ്രതിരോധമാണ് മോദിയുടെ ബന്ദ് നാടകത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. സംഘികളെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് പോലും ഇത് ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഇതിനു മുൻപ് ശരിയായ രീതിയിൽ ഇലക്ഷൻ നടന്നാൽ ഒരു 25 സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന BJPക്ക് ഈ ബന്ദിന് ശേഷം സത്യസന്ധമായ നീതിയുക്തമായ രീതിയിൽ ഇലക്ഷൻ നടന്നാൽ ഇരട്ടയക്കത്തിൽ പോലും സീറ്റുകൾ ലഭിക്കുകയില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ ബീഹാർ നിയമസഭയിൽ 10 സീറ്റ് പോലും മോദിക്കൂട്ടങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ് മോദിയുടെ കരച്ചിൽ നാടകവും അതിനെ തുടർന്നുള്ള ഈ ബന്ധും. പരസ്യമായി മോദിക്കെതിരെ BJPയുടെ കൊടിയും പിടിച്ചുകൊണ്ട് ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടുകൊള്ളൂ. കേട്ടല്ലോ നിങ്ങൾ. ആദ്യമേ കോൺഗ്രസ് പാർട്ടി ഹായ് ഹായ് എന്ന് പറയുന്നു. ഈ ഹായ് ഹായ് എന്നുള്ളത് മൂർദാബാദ് എന്ന് വിളിക്കുന്നതിന് തുല്യമാണ്. അതിനുശേഷം നരേന്ദ്രമോദി മൂർദാബാദ് എന്ന് 2 പ്രാവശ്യം BJPയുടെ കൊടിയും ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒരുമിച്ച് വിളിക്കുകയാണ്. ഇത് അബദ്ധം പറ്റിയതാണോ അതോ അവരുടെ ഉള്ളിലിരുന്നത് അറിയാതെ പുറത്തു വന്നതാണോ? എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഉള്ളിലുള്ളത് അറിയാതെ പുറത്തു വന്നത് തന്നെയാണ് എന്നാണ്. ഇനി അടുത്തത് BJPയുടെ കൊടിയും പിടിച്ച് പരസ്യമായി രാഹുൽ ഗാന്ധി സിന്ദാബാദ് വിളിക്കുന്നതാണ്. മോദി ചച്ചാ നിങ്ങൾ കണ്ടല്ലോ, ആ വെള്ള ഷർട്ടിട്ട യുവാവ് പരസ്യമായി BJPയുടെ കൊടിയും പിടിച്ചുകൊണ്ട് മോദിയെ അപമാനിച്ചതിനെതിരെ രാഹുൽ ഗാന്ധിക്ക് എതിരായി നടത്തുന്ന ബന്ദിൽ രാഹുൽ ഗാന്ധി സിന്ദാബാദ് എന്ന് വിളിക്കുന്നത്. ഇത് അബദ്ധം പറ്റിയതല്ല എന്ന് വ്യക്തമായി മനസ്സിലാകുമല്ലോ. കാരണം മനഃപൂർവ്വം മൈക്ക് കണ്ടപ്പോൾ അതിന്റെ മുൻപിൽ വന്ന് രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കുകയാണ് ആ യുവാവ്. അതായത് ബീഹാറിലെ BJPയെ പിന്തുണച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് പോലും വ്യക്തമായി മനസ്സിലായിരിക്കുന്നു മോദിയുടെ പൊള്ളത്തരം. ആ യുവാവ് രാഹുൽ ഗാന്ധിയുടെ ഫാനായി മാറിയിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കി തരികയാണ്. ഇനി ഇവിടെ BJPയുടെ കൊടിയും പിടിച്ച് വനിതാ നേതാവ് വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യം കേട്ടുകൊള്ളൂ. ആ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് ആ ബാനറിലെ ചിത്രത്തിലുള്ള വയലറ്റ് സാരി ധരിച്ച സ്ത്രീയാണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ അവർ വലിയ ഒരു നേതാവായിരിക്കും എന്ന്. കേട്ടല്ലോ അവർ വിളിച്ചു കൊടുത്ത മുദ്രാവാക്യം, NDA പാർട്ടി മൂർദാബാദ് എന്ന്. സംഘിണികൾ തന്നെ സ്വന്തം പാർട്ടിക്ക് മൂർദാബാദ് വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അബദ്ധം മനസ്സിലാക്കി വായടക്കുകയാണ്. ഇതും എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഉള്ളിലുള്ളത് അറിയാതെ പുറത്തു വന്നത് തന്നെയാണ്. അവർക്കറിയാം അവർ പിന്തുണയ്ക്കുന്ന അവർ മെമ്പർ ആയിട്ടുള്ള മോദി കൾട്ട് വെറും പാഴ് ആണെന്ന്. ഇനി അടുത്ത രസകരമായ മുദ്രാവാക്യം കേട്ടുകൊള്ളൂ. വിളിക്കുന്നത് വ്യക്തമായല്ലോ അല്ലേ? നിതീഷ് കുമാർജി മൂർദാബാദ് എന്നാണ് വിളിക്കുന്നത്. അതായത് അവരുടെ സ്വന്തം മുഖ്യമന്ത്രിക്ക് മൂർദാബാദ് വിളിക്കുകയാണ് BJPയുടെ കൊടിയും പിടിച്ചുകൊണ്ട്. അത് കേൾക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു പൈസയുടെ തലച്ചോറുള്ള എല്ലാവരും ഇതെന്താണ് എന്നുള്ള രീതിയിൽ ചിരിക്കുകയാണ്. ഇതും അബദ്ധമായി ഞാൻ കരുതുന്നില്ല. നിതീഷ് കുമാറിന്റെയും സംഘികളുടെയും ഭരണം അവർക്ക് മടുത്തിരിക്കുന്നു. അതിൽ അവർ മനസ്സ് മടുത്തിരിക്കുകയാണ്. അതിനാലാണ് മനസ്സിലുള്ളത് പുറത്തു വരുന്നത്.
ഇനിയാണ് സംഘി അമ്മമാരുടെ യഥാർത്ഥ സംസ്കാരം എന്താണെന്ന് കാണിക്കുന്ന പരിപാടി അരങ്ങേറുന്നത്. മോദിയുടെ അമ്മയെ അപമാനിച്ചത് രാജ്യത്തെ മൊത്തം അമ്മമാരെ അപമാനിക്കൽ ആയതിനാൽ സംഘിണി അമ്മമാർ എല്ലാം ഇന്ത്യയിലെ അമ്മമാരെ എല്ലാം ആദരിക്കുന്നതിനു വേണ്ടി ചെയ്ത ഈ മഹാകാര്യം കാണാതിരുന്നാൽ വലിയ നഷ്ടമാവും. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സംസ്കാരികളായ സംഘിണി അമ്മമാർ പാറ്റ്നയിലെ ഒരു തുണിക്കടയിൽ ചെന്ന് സാരികൾ കെട്ടുകെട്ടായി മോഷ്ടിക്കുകയാണ്. ഇതിൽ ബഹുഭൂരിപക്ഷവും യുവതികളാണ് എന്നുള്ളത് ഓർക്കണം. നമ്മൾ സാധാരണയായി പ്രതീക്ഷിക്കുന്നത് തലമുറകൾ ചെല്ലുന്തോറും ആളുകൾ കൂടുതൽ നല്ലവരും സംസ്കാരമുള്ളവരുമായി മാറും എന്നാണ്. എന്നാൽ സംഘികളും സംഘിണികളും നേരെ തിരിച്ചാണ്. അവർ ജനറേഷനുകൾ ചെല്ലുന്തോറും കൂടുതൽ അധപതിച്ച ജന്മങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അതിന്റെ വ്യക്തമായ തെളിവാണ് ഈ കാണുന്നത്. കെട്ടുകളായാണ് ആ കടയിൽ നിന്നും പരസ്യമായി സാരി മോഷ്ടിച്ചുകൊണ്ട് സംഘിണികൾ പോകുന്നത്. ഇതാണ് മോദി പറഞ്ഞ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ മാനം കാക്കുന്ന സംഘികൾ. ഇതാണ് ഇന്ത്യയിലെ അമ്മമാരുടെ എല്ലാം മാനം കാക്കുന്ന യുവ സംഘിണികൾ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുക? അവിടെയും ഇവിടെയും ഒന്നോ രണ്ടോ കള്ളന്മാർ അല്ലെങ്കിൽ കള്ളികൾ ഉണ്ടാകുന്നത് സാധാരണയാണ്. എന്നാൽ ഇവർ എല്ലാവരും ഒന്നൊഴികെ എല്ലാവരും മോഷ്ടാക്കളാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇത്. വോട്ടുകൊള്ള മാത്രമല്ല, കിട്ടുന്നതെല്ലാം കൊള്ളയടിക്കുന്നവരാണ് സംഘികളും സംഘിണികളും എന്ന് ഇവർ തന്നെ സ്വന്തം പ്രവൃത്തിയിലൂടെ വ്യക്തമാക്കി തന്നു. ഓർക്കണം, ഇതിൽ ഒരു ഒറ്റയാൾ പോലും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അത് തടയാൻ പോലും ശ്രമിക്കുന്നില്ല. ഇവിടെയുള്ള 100 കണക്കിന് സ്ത്രീകളിൽ 100% കൊള്ളയടിക്കുകയാണ്. സാധാരണയായി നമ്മൾ കാണും കുറെ പേരെങ്കിലും ഇത് ചെയ്യരുത്, തെറ്റാണ് എന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നത്. പക്ഷേ സംഘികൾക്ക് ഏത് തരത്തിലുള്ള കൊള്ളയും ഏത് തരത്തിലുള്ള വാക്കുകളും മാസ്റ്റർ സ്ട്രോക്ക് ആണ്. ഏതായാലും സ്വന്തം അണ്ണാക്കിലേക്ക് വെടിപൊട്ടിച്ചതുപോലെയായി മോദിയുടെ ബീഹാർ ബന്ദ് എന്ന് വ്യക്തമായല്ലോ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്?